ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഒരു വെട്ട് കഷ്ണം കൊണ്ട് ഇന്നൊരു കുട്ടിയുടുപ്പാട്ടാ ചെയ്ത് നോക്കണത്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിതുപോലെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോയിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തുണി നാലാക്കി മടക്കിയിട്ടിട്ട് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വന്നിരുന്നു വെച്ചാൽ ആ ഒരു ബാലൻസ് പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇറക്കം 17 ഇഞ്ചും വണ്ണം 12 ഇഞ്ചുമാണ് നമ്മൾ കണക്കാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ ബാൻഡിൻ്റെ ലെങ്ത് ആണെന്നുണ്ടെങ്കിലും 12 ഇഞ്ച് ലെങ്ത്തിലും ഒരു 3 ഇഞ്ച് വീതിയിലും വരുന്ന രീതിയിൽ ബാൻഡും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ 1/2 ഇഞ്ച് വീതി വരുന്ന ഒരു ഇലാസ്റ്റിക്കാണ് വേണ്ടത്. അപ്പോൾ അതും നമുക്ക് ഒരു സൈഡിലേക്ക് 3 ഇലാസ്റ്റിക്കാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ബാൻഡാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. വീതി ഒട്ടും കുറഞ്ഞു പോവാതെ വീഡിയോയിൽ കാണും പോലെ തന്നെ ഈ ഒരു ബാൻഡ് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ തീരെ ചെറിയൊരളവിന് നമ്മുടെ ഈ ഒരു ബാൻഡ് ലെങ്ത്ത് 12 ഇഞ്ച് നമ്മൾ എന്തിനാണ് എടുത്തിരിക്കണതെന്ന് പലർക്കും ഒരു ഡൗട്ട് തോന്നിയേക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണേ. സാധാരണ നമ്മൾ ഏതൊരു സൈസിലെ ഡ്രസ്സ് തയ്ക്കുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ നെഞ്ച് വണ്ണം, അരവണ്ണം, അതുപോലെ കഴുത്തിറക്കം, അങ്ങനെ പലതരം അളവുകൾ നമ്മൾ അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഫ്രോക്കിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് വേറെ സ്റ്റിച്ചിങ് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് വരണില്ല. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു തുണിയുടെ മേൽവശം ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക് കടക്കണ രീതിയിൽ ഒന്ന് മടക്കി അടിച്ചെടുക്കണം. അതുപോലെ 2 പീസും മടക്കി അടിക്കുമ്പോഴേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തുണിക്ക് നല്ല വശവും ചീത്ത വശം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇതുപോലെ മടക്കി അടിക്കാനായിട്ടാ. പിന്നെ ബാക്കി വരുന്ന 2 ഇലാസ്റ്റിക് നമ്മൾ താഴേക്ക് വെറുതെ വെച്ചാണ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന തുണിക്ക് വീതി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെസ്റ്റ് പോർഷനിൽ കൂടുതൽ ഫ്രില്ലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇലാസ്റ്റിക് കടത്തുമ്പോഴേക്കും ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ എൻഡിങ് ഭാഗം നമ്മളൊന്ന് മിഷ്യത്തിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പിൻ ചെയ്താണെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിക് എടുക്കാനായിട്ട് നോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക് കടത്തി വിടുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു എൻഡിങ് ഭാഗം നമ്മൾ ഓരോന്ന് കടത്തണ അനുസരിച്ച് ഇതും കൂടി ഉള്ളിലേക്ക് പോരും കേട്ടോ. പിന്നെ നമുക്ക് രണ്ടാമത് ആ പിന്നെല്ലാം അഴിച്ചിട്ട് പിന്നെയും രണ്ടാമത് ചെയ്യേണ്ട ഒരവസ്ഥ വരും. എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് മുട്ടുസൂചി ആ പിന്നൊക്കെ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകില്ല കേട്ടോ. ഈ ഒരു തുണിയുടെ 2 വശവും നമ്മൾ ഒരേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണോണ്ടിട്ട് ഈ ഒരു ഫ്രോക്കിന് ഫ്രണ്ട് വശം ബാക്ക് വശം അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റേണ്ടതില്ല കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് എന്തെങ്കിലും ചെയ്തെടുക്കാവുന്നതും കൂടിയാണ്. ആദ്യം കൊടുത്ത ഇലാസ്റ്റിക്കിന് 1 ഇഞ്ച് താഴെയായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഇലാസ്റ്റിക് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുമ്പോഴേക്കും മാക്സിമം ഇലാസ്റ്റിക് നല്ലോണം വലിച്ച് പിടിച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് 3ാമത്തെ ഇലാസ്റ്റിക്കും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രോക്കിൻ്റെ പകുതി പണി ഏകദേശം തീർന്നിട്ടാ. 1 വയസ്സായ കുഞ്ഞിൻ്റെ അളവിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ഏജിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ എണ്ണം കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാട്ടോ. 2 വശം നമ്മൾ ഒരേ രീതിയിൽ അടിച്ച് കഴിയുമ്പോഴേക്കും ഒരു ചെറിയ സ്കേർട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട രീതിയിലാണ് ഈ ഒരു ബോഡി പാർട്ട് നമ്മൾക്ക് കിട്ടുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഒരു 2 ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇത് നമ്മൾ ആ ഒരു ബാൻഡ് വെച്ച് കൊടുക്കാനുള്ള അളവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോഴേക്കും കഴുത്തിൻ്റെ അകലമൊക്കെ നമ്മൾ ഒരു 2 ഇഞ്ച് കണക്കാക്കിയിട്ടല്ല എടുക്കുന്നത്. ആ ഒരു അളവാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആ ഒരു 2 പീസിലും, അതായത് ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ഒരേ രീതിയിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാനത് നിവർത്തി കാണിച്ചു തരാം. നമ്മളതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം. അതിൽ നിന്ന് 2 വശത്തേക്കും 2 ഇഞ്ച് വീതം 2 സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ബാക്ക് പോർഷനും മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ വെച്ച് കൊടുക്കുന്ന ബാൻഡെല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 തുണിയിലും മിഷ്യത്തിൽ തന്നെ നല്ലോണം ഒന്ന് നിവർത്തിയിടണം കേട്ടോ. പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ച ബാൻഡ് തുണിയുടെ താഴത്തെ വശത്ത് വരുന്ന രീതിയിൽ നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ച ആ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് 2 വശം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണേ. തുണിയുടെ ചീത്ത വശത്താണ് നമ്മൾ ഈ ഒരു ബാൻഡ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ കഴുത്തിൻ്റെ അകലം നമ്മൾ സെൻറ്റർ ഭാഗത്തുനിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ടോട്ടൽ 4 ഇഞ്ചും ലെങ്ത്ത് വരണത് ഒരു സൈഡിൽ, അതായത് മടക്കി പിടിക്കുമ്പോഴേക്കും 3.5 ഇഞ്ച് വരണ രീതിയിൽ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് തയ്ച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു ബാൻഡിന് 7 ഇഞ്ചാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കൂടുതലായിട്ട് 12 ഇഞ്ചാണ് നമ്മൾ ആ ഒരു
ആ ഒരു ബാൻഡ് എടുത്തതെങ്കിലും നമുക്ക് കൂടുതലായിട്ട് വരണ ഭാഗം വേണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ഇലാസ്റ്റിക്കിലേക്ക് തന്നെ വെച്ച് ആ ഒരു ബാൻഡ് അറ്റാച്ച് ചെയ്തിരിക്കുവാട്ടോ ചെയ്തിരിക്കുന്നത്. ബാൻഡിന് ഇത്രയും ലെങ്ത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കി വരുന്ന ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ നമുക്ക് ഇതുപോലെ ബാൻഡ് കുറച്ച് ലെങ്ത്തിലിട്ടാൽ പിന്നെ നമ്മൾ ഇട്ട് കഴിയണ സമയത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലോ അതല്ലാന്നുണ്ടെങ്കിൽ ലെങ്ത്തിന് വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാൻഡ് അഴിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതല്ല നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് കയറ്റി അടിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ഉണ്ടായിരുന്ന പീസ് ആ ഒരു ഇലാസ്റ്റിക്കിലേക്ക് തന്നെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണത്. ബാൻഡും കൂടി പിടിപ്പിച്ച ശേഷം പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് 2 സൈഡും ഒന്ന് കൂട്ടി അടിക്കണം. അതിനുശേഷം താഴത്തെ ഭാഗം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആ ഒരു ലെങ്ത്തും കൂടി കറക്റ്റ് ആക്കിയിട്ട് മടക്കി അടിക്കാവുന്നതാട്ടോ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ലോങ് വീഡിയോ ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണ സമയത്ത് തനിയെ തന്നെ ആ ഒരു സ്റ്റാൻഡിലൊക്കെ വെച്ച് ചെയ്തതിന് ആ ഒരു ഷൂട്ട് ചെയ്തെടുത്തതിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്റ്റിച്ചിങ്ങിലാണെന്നുണ്ടെങ്കിലും തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് അളവൊന്നും എടുക്കാതെ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്രോക്ക് ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ താഴെയെല്ലാം ഒരു കമൻറ്റ് വരുന്നത് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ ഇടാത്തത് എന്തുകൊണ്ടിട്ടാന്ന് ചോദിച്ച് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം റീസൺ ഇത് തന്നെയാട്ടോ. നമുക്കിപ്പോൾ ഒറ്റക്കായത് കൊണ്ടിട്ട് തന്നെ എല്ലാം അതിൻ്റേതായ രീതിക്ക് ചിലപ്പോൾ അത് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാകില്ല. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാനായിട്ട് മടിച്ചിരുന്നതിൻ്റെ ഒരു കാരണം. ഒരേ മെത്തേഡിൽ തന്നെ ബാക്കും ഫ്രണ്ട് ഇരിക്കണത് കൊണ്ടിട്ട് നമ്മളത് ഇട്ട് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഫ്രണ്ട് വശം ഏതാണ് ബാക്ക് വശം ഏതാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ ആയിട്ടുള്ള ഭാഗത്ത് എന്തെങ്കിലും ചെറിയ ഹാൻഡ് വർക്കോ അതല്ലെങ്കിൽ ചെറിയൊരു ബോയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത സമയത്താണെങ്കിലും അങ്ങനെ ഒരു വർക്ക് കൊടുക്കണമെന്നുള്ള ഒരു പ്ലാനേ ഇല്ലായിരുന്നു. എങ്കിലും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ചെറിയൊരു ഹാൻഡ് വർക്കും കൂടിയൊക്കെ ചെയ്ത് ഒന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനും ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ അതും കൂടിയൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.